ശ്രീ GS ജയലാൽ. സർ, ഈ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി നിരത്തിലിറങ്ങുന്നതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടുതൽ വേണ്ടിവരുമെന്നും 2030 നമ്മുടെ വൈദ്യുതി ഉപയോഗം ഇരട്ടിയിലധികമായി. ഇപ്പോൾ 2538.4 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2030 ആകുമ്പോൾ വീണ്ടും 2700 കോടി യൂണിറ്റ് കൂടി അധികം വേണ്ടിവരും എന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അല്ല സാർ, അത് ഊർജ്ജോൽപാദനം കൂട്ടാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് സാർ. വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് ഒരു സ്വയം പര്യാപ്തത കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് ശരാശരി വാർഷിക ജലലഭ്യത 3000 TMC ആണ്. എന്നാൽ വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലശേഖരത്തിനും കുടിവെള്ളത്തിനുമായി ഉപയോഗിക്കുന്നത് വെറും 300 TMC ആണ്. ഈ സ്ഥിതി മാറ്റേണ്ടതുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ചെലവ് കുറയണമെങ്കിൽ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ചെറുകിട ജലവൈദ്യുതി പദ്ധതിയിലും പുരപ്പുറ ഭൗമോപരിതല ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികളും വലിയ തോതിലുള്ള ഉൽപ്പാദനം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. പ്രളയ പ്രതിരോധ അണക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള വിവിധ വിദേശ പദ്ധതികൾ സംസ്ഥാനത്ത് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. 800 മെഗാവാട്ട് ശേഷിയുള്ള ഇടുക്കി രണ്ടാം ഘട്ട പദ്ധതിയും 240 മെഗാവാട്ട് ശേഷിയുള്ള ലക്ഷ്മി, 700 മെഗാവാട്ട് ഇടുക്കി പമ്പ്ഡ് സ്റ്റോറേജ് മെഗാവാട്ട് ശേഷിയുള്ള ലക്ഷ്മി, 700 മെഗാവാട്ട് ശേഷിയുള്ള ഇടുക്കി പമ്പ്ഡ് സ്റ്റോറേജ്, 600 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ പമ്പ്ഡ് സ്റ്റോറേജ് സ്കീം, ഇടമലയാർ പമ്പ്ഡ് സ്റ്റോറേജ് ജലവൈദ്യുതി പദ്ധതികൾ നടപ്പിലാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം സംസ്ഥാനത്ത് 4000 മെഗാവാട്ട് ശേഷിയുള്ള പമ്പ്ഡ് സ്റ്റോറേജുകൾക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഉപ്പുവെള്ളം, കായൽ, തരിശായി കിടക്കുന്ന ജലാശയങ്ങൾ എന്നിവയിൽ 6000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കാനാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പരിസ്ഥിതി ആഘാതം കുറഞ്ഞ ഇത്തരം പദ്ധതികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാവുന്നതാണ്. പുരപ്പുര സൗരോർജ്ജ പദ്ധതിയിലും ആശാവഹമായ മുന്നേറ്റം നാം നടത്തിയിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 630 മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ പൂർത്തീകരിച്ചു. 2030 സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകത പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ മുഖേന നിറവേറ്റുവാൻ സാധിക്കും. അതേപോലെ ചാർജിംഗ് സ്റ്റേഷനിൽ സോളാർ ചാർജിംഗ് സ്റ്റേഷനും കൂടി ആലോചിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ ഇലക്ട്രിക് വാഹനങ്ങൾ പകൽ നിരത്തിലോടുകയും രാത്രി ചാർജ് ചെയ്യുന്നൊരു അവസ്ഥയാണ് സർ. അപ്പോൾ നമ്മുടെ രാത്രി കാലത്തെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന സമയമാണ്. അത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നടപടികൾ അതിനനുസരിച്ച് സ്വീകരിച്ചിട്ടുണ്ടോ? അതുകൂടെ തന്നെ സാർ, ഈ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഈ സബ്സിഡി ഇളവുകൾ നൽകുന്നതിനുള്ള എന്തെങ്കിലും സ്കീമുകൾ വൈദ്യുതി ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ടോ? വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷൻ എല്ലാവിടെയും വയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റുകാർക്ക് ഇപ്പോൾ കൊടുക്കുന്നവർക്കും സബ്സിഡി കൊടുത്തുകൊണ്ടുള്ള പ്രൈവറ്റ് ചാർജിംഗ് സ്റ്റേഷനും വയ്ക്കേണ്ടതിൽ ബാറ്ററി സ്റ്റോറേജും കൂടി സോളാറിൽ കൂടെ കൊടുക്കാനുള്ള ഉദ്ദേശം.